2030 ഭാരതം ഡ്രോൺ ഹബ്ബായി മാറണമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ഈ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ഉൾപ്പെടെയുള്ള തുടർച്ചയായ സംഘർഷങ്ങൾ കൂടി കണക്കിലെടുത്താണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. ഡ്രോൺ നിർമ്മാണത്തിന്റെയും കൗണ്ടർ ഡ്രോൺ ടെക്നോളജിയുടെയും ഹബ്ബായി ഭാരതം മാറുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഈ രംഗത്തെ കുത്തക കൂടിയാണ് അവസാനിക്കുക. आज जब पूरी दुनिया रूस और यूक्रेन के साथ साथ ईरान इजराइल के बीच जारी संघर्ष को देख रही है, तो हम साफ देख सकते हैं कि फ्यूचर वारफेयर में ड्रोन्स और काउंटर ड्रोन टेक्नोलॉजी की बहुत बड़ी भूमिका है. आज भारत में एक ऐसे ड्रोन मैन्युफैक्चरिंग इकोसिस्टम के निर्माण की जरूरत है जिसमें हम पूरी तरह से आत्मनिर्भर हों. इसकी आवश्यकता महसूस की जा रही है और यह आत्मनिर्भरता सिर्फ प्रोडक्ट के स्तर पर नहीं होनी चाहिए, बल्कि कंपोनेंट के स्तर पर भी जरूरी है. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന നാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കോൺക്ലേവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. പ്രതിരോധ മേഖലയിൽ ഡ്രോണുകളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം മുന്നിൽ കണ്ടാണ് ഭാരതത്തിന്റെ നീക്കം. യുദ്ധമേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമായി ഡ്രോണുകൾ മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഡ്രോൺ നിർമ്മാണ രംഗത്ത് ആഗോള ഹബ്ബായി മാറാൻ ഭാരതം തയ്യാറെടുക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും നിലവിൽ തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിലും ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഈ സാഹചര്യവും ഭാരതം കണക്കിലെടുക്കുന്നുണ്ട്. ഡ്രോൺ ഘടകങ്ങളുടെ രൂപകൽപ്പന മുതൽ സോഫ്റ്റ്വെയർ, എഞ്ചിനുകൾ, ബാറ്ററികൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രതിരോധ രംഗത്ത് ആത്മനിർഭരതയെന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇത് അനിവാര്യമാണെന്നും പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു. നിലവിൽ ഡ്രോണുകളുടെ നിർണായക ഭാഗങ്ങൾ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ രംഗത്ത് ചൈനയുടെ മേധാവിത്വം തകർക്കാനും ഭാരതം ലക്ഷ്യമിടുന്നുണ്ട്. 2047 ഭാരതത്തിലെ പ്രതിരോധ സേനയെ ലോക നിലവാരത്തിലുള്ള സൈനിക ശേഷിയായി ഉയർത്തുകയെന്ന ലക്ഷ്യത്തിലും ഈ നീക്കം നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, ജനം.